ശ്രീ രാജേഷ് ചിറപ്പാട്, ഇതിപ്പോൾ ഈ വിമർശനവും ആക്ഷേപവും ഇത്രയധികം പോലീസിനെതിരെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ആകസ്മികമായിട്ടുള്ള ഒരു കൊലപാതകം അല്ല എന്നുള്ളതാണ്. കേരളം അത്തരത്തിലുള്ള ഒരുപാട് ആകസ്മികമായിട്ടുള്ള കൊലപാതകം കണ്ടിട്ടുണ്ട്. ശരിയാണ്, പലതിലും അങ്ങനെ പോലീസിന് ഇത് മുൻകൂട്ടി മനസ്സിലാക്കി കൊലപാതകം തടയാനൊന്നും സാധിക്കില്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ ഈ കുടുംബം, ഒപ്പം തന്നെ ഈ സമൂഹം, 40ഓളം വരുന്ന ആൾക്കാരൊക്കെയും ഈ പോലീസിനെ നേരിട്ട് കണ്ട് ഈ പരാതി കൊടുത്തു, ഭീഷണിയുണ്ട്, കൊലപാതകത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞതാണ്. മാത്രമല്ല, ഇദ്ദേഹം തേങ്ങാമോഷണത്തിന്റെ പേരിൽ പ്രതിയായി ജയിലിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയല്ല. ഒരു കൊലപാതകത്തിന്റെ പേരിലാണ് അദ്ദേഹം പ്രതിയായത്. ആ കുടുംബം തൊട്ടപ്പുറത്തുള്ളപ്പോൾ ഇവിടെ ഇദ്ദേഹം താമസിക്കുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വം ഈ കുടുംബത്തിനുണ്ടാകുമെന്ന് കൂടി പോലീസിന് ചിന്തിക്കാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ആകസ്മികമായ സംഭവം അല്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് അദ്ദേഹം നടത്തിയതാണ്. പട്ടിക തിരിച്ചാണ്. ഇനിയും അദ്ദേഹത്തിന്റെ പട്ടികയിൽ 3ഓളം പേര് ബാക്കിയുണ്ട്. അപ്പൊ വളരെ ഗുരുതരമായി ഗൌരവമായി കാണേണ്ട ഒന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് പോലീസിൽ കൃത്യമായിട്ടുള്ള ഒരു അഴിച്ചുപണി വേണമെന്ന് സമൂഹം ഒന്നാകെ പറയുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ആവശ്യമായി വരുന്നില്ലേ ഇങ്ങനൊരു സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും സർക്കാർ അത് പരിശോധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന്റെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം അത് SHOയെ സസ്പെൻഡ് ചെയ്യുകയും അതിന്റെ നടപടികൾ ക്രമങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ കേരള ഗവൺമെന്റ്, ആഭ്യന്തര വകുപ്പ് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയമായ ഒരു ദുഷ്ടലാക്ക് എന്ന് പറയുന്നുണ്ട്. വളരെ നിർഭാഗ്യകരവും ദാരുണവുമായ ഒരു സംഭവത്തെ പോലീസും ആഭ്യന്തര വകുപ്പും എല്ലാം കേരളത്തിൽ മൊത്തം കുഴപ്പമാണ്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കെല്ലാം വലിയ ഭീഷണിയായി നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു താഴ്ന്ന രാഷ്ട്രീയ ദുഷ്ടലാക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ആഭ്യന്തര വകുപ്പിന് പോലീസിന് വീഴ്ച പറ്റിയെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് കഴിഞ്ഞ ഒരു വിഷയത്തിൽ മുഴുവൻ ഈ കേരളത്തിലുള്ള മുഴുവൻ ആഭ്യന്തര വകുപ്പും മോശമായി. കേരളത്തിൽ പോലീസുകാരാണ് കൊലപാതകം. ഇപ്പം ബഹുമാനായ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകൻ, ഞാനൊക്കെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സജീവൻ പോലുള്ള ആളുകളെ പോലും പറയുന്നു ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെയാണ് കൊലപാതകം എന്നുള്ള നിലയിലേക്ക് അത്തരം അതിശയോക്തികൾക്കപ്പുറത്തേക്ക് ഇത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു. ഒരു തർക്കവുമില്ല. അത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതോടുകൂടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ മന്ത്രിസഭ, കേരളത്തിലെ മന്ത്രിമാര്, ഇടതുപക്ഷ മന്ത്രിമാര്, MLA മാര്, അല്ലെങ്കിൽ ഇവരെല്ലാം മൊത്തം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചെന്നും പോലീസ്, ആഭ്യന്തര വകുപ്പ് മുഴുവൻ ക്രിമിനലുകളാണെന്നും എന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് ഒരു ചെറിയ ഒരു താഴ്ന്ന ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട്. അത്തരം ദുഷ്ടലാക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം.